ബെൻസ് സി ക്ലാസിൻ്റെ AC കണ്ടൻസറാണത്. ഇത് പുതിയതാണ്, അതാണ് പഴയത്. അതാണ് എൻ്റെ കംപ്രസർ പോയിട്ട് അതിൻ്റെ തരികൾ ഇതിൻ്റെ അകത്ത് ഇറങ്ങിയാണ് ഇത് മാറണത്. കണ്ടൻസർ മാറുമ്പോൾ കണ്ടൻസറും കംപ്രസറും കൂടെ മാറണതാണ് നല്ലത്. പിന്നെ കൂളും കോയിലും ചെക്ക് ചെയ്തതിന് ശേഷം കൂളും കോയിലും മാറേണ്ടി വരും. പിന്നെ ഇത് കണ്ടൻസർ ഇളക്കണമെങ്കിൽ ഫ്രണ്ട് ബമ്പർ ഇളകാം. ബമ്പറിൻ്റെ രണ്ട് സൈഡിലും രണ്ട് 10-ൻ്റെ ബോൾട്ടുകളുണ്ട്. മുകളിൽ ഇവിടെ ഒരു 10-ൻ്റെ ബോൾട്ട്, ഇവിടെ ഒരു 10-ൻ്റെ ബോൾട്ട് വേണ്ടത്. പിന്നെ കണ്ടൻസർ ഇളക്കേണ്ടത് ഈ ഗാർഡാണ്. ഈ ഗാർഡിൻ്റെ രണ്ട് സൈഡും 10. പിന്നെ ഇവിടെ നിന്ന് നീളം കൂടിയ ഒരു ഇതാണ്ട T50 ഒരു ബോൾട്ടും ഉണ്ട്. അതിൻ്റെ അടിയിൽ നെറ്റാണ്. ഇതാണ് നെറ്റ്, അത് ഇളക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഇളക്കേണ്ടത് ഇൻ്റർകൂളറാണ്. ഇൻ്റർകൂളറിൻ്റെ ലോക്കാണ്. ഇവിടെ ഒരു ലോക്ക്, പിന്നെ 2 പൈപ്പിൻ്റെയും. ഇത് ഇളക്കിയ ശേഷം ഇവിടെയാണ് കണ്ടൻസറിൻ്റെ ലോക്ക് വേണത്. രണ്ട് സൈഡും ലോക്ക് വിട്ട് വയ്ക്കിയതിന് ശേഷം ഇളക്കി വെക്കുക. ആ ലോക്ക് ഇവിടെയാണ് വരുന്നത്, ഇവിടെ ആയിട്ട്. ഇത് ഒരു ഹോളിൻ്റെ അകത്ത് ഇറങ്ങി ഇത് ഈ ലോക്കിൻ്റെ അകത്ത് നിന്ന് കയറിയിട്ട് ഇതിൻ്റെ അകത്ത് ലോക്കായിരിക്കും. ഇങ്ങനെയാണ് എൻ്റെ ലോക്ക് വരുന്നത്. ലോകത്തോട്ട് ഇവിടെ മുകളിലോട്ട് കയറി കിടക്കും. ഇവിടെ ലോക്കാവും. പിന്നെ 2 സൈഡ് അകത്തോട്ട് കയറി കിടക്കും. ലോക്ക്. ഇതാണ് ഇൻ്റർകൂളറിൻ്റെ ലോക്ക്. ഇത് 2 സൈഡും ഇതേപോലെ കയറി കിടക്കും. ഇവിടെ ഈ സൈഡ് കയറി കിടക്കും. പിന്നെ ഇത് അകത്തോട്ട് പ്രസ്സാവും. അതാണ് എൻ്റെ ലോക്ക്. ഇതാണ് ലോക്ക്. ഇത് മുകളിലോട്ട് പ്രസ് ചെയ്തിട്ട് ഊരിട്ട ടൈപ്പാണ്. 2 സൈഡ് ഈ സാധനം മുകളിലോട്ട് പ്രസ് ചെയ്തിട്ട് ഊരിട്ട ടൈപ്പാണ്. പിന്നെ ഇൻ്റർകൂളറിന് വേണ്ട പോസാണിത്. ഇത് ഈ ക്ലിപ്പ് പിടിച്ചതിന് ശേഷം ഊരിയെടുക്കുന്നത് 2 സൈഡും ഇവിടെയും താഴെയും. പിന്നെ ഈ കോസ്പാർ എടുക്കണം. ഈ കോസ്പാറിൻ്റെതാണിത്. T50യുടെ ഇവിടെ 2, ഈ സൈഡ് 2. ഇതിപ്പം നെറ്റാണ്, മറ്റേ സെറ്റായിട്ട് കാണുന്ന നെറ്റാണ്. അതേപോലെ ഈ സൈഡ്. പിന്നെ ഇത് ഹെഡ്ലൈറ്റ് ആണ്. 2 10 ഇവിടെ വരും. അതിൻ്റെ ക്ലാമ്പ് ഇതാണ്. അതിൻ്റെ ക്ലാമ്പ് ഇവിടെ വേണം ഹെഡ്ലൈറ്റ് വരുന്നത്. പിന്നെ ഉള്ളത് വെച്ചാൽ ഹോണില്ലാണ് പിടിപ്പിക്കുന്നത്. ഒരു 10. ഇതിൻ്റെ ബാക്കിൽ ഒരു കപ്പറുണ്ട്. എയർ ബാഗിൻ്റെ സെൻസർ വരുന്ന ഒരു കപ്പറുണ്ട് ഇതിൻ്റെ ബാക്കിൽ. ഇതാണ് കപ്പർ. 2 സൈഡും ഉണ്ട്. അപ്പോൾ 2 സൈഡ് ഹോണിൻ്റെ കപ്പർ. ഇത് അയച്ചു കഴിഞ്ഞാൽ ഇത് ഊരിയെടുക്കാം. ഈ റേഡിയേറ്ററിൻ്റെ മുകളിലാണ് ഈ ക്രോസ് ബാർ ഇളക്കി മാറ്റണം. ഇതിൽ 3 10-ൻ്റെ ബോൾട്ടാണ്. 1 2 3 ഇങ്ങനെ 3. പിന്നെ അതേപോലെ ഇവിടെ പിന്നെ റേഡിയേറ്ററിൻ്റെ മുകളിലാണ് ലോക്ക്. ഈ റേഡിയേറ്ററിലാണ് സപ്പോർട്ട് ലോക്കാണ്. ഇതങ്ങ് പൊക്കി എടുത്താൽ ഈ 2 സൈഡും. പിന്നെ ഈ ബോൾട്ട് ഇളക്കണമെന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ഇളക്കണമെങ്കിൽ ഈ 2 10, ഇവിടുത്തെ 2 10, ഇവിടുത്തെ 2 10. ഇത്രയും ഹെഡ്ലൈറ്റ് ഫ്രീ ആവും. അതേപോലെ തന്നെ ഈ സൈഡും ഇവിടെ 2 10, താഴെ 2 10, ഇവിടെ 2 10. ഇവിടെയോ ഒരു 10 ഇളക്കി മാറ്റിയിട്ട് ഹെഡ്ലൈറ്റ് ഇളക്കി മാറ്റിയിട്ട് ഈ ബോൾട്ട് ഇളക്കി എടുക്കാൻ പറ്റും. ഇത് സ്റ്റേജ് 30 T30 2 ഈ 2 സ്റ്റേ. ഇതും ഇളക്കേണ്ടി വരും. എളുപ്പം അത് സ്റ്റേ ഇളക്കി മാറ്റിയാൽ കിട്ടും. ഇത് ബമ്പർ അഴിക്കണമെങ്കിൽ ഈ ഒരു കപ്ലർ ഇതിലാണ് കപ്ലർ. ഫോഗ് ലാമ്പിൻ്റെ കപ്ലറാണ്. ഇതേപോലെ ഈ സൈഡിലും ഫോഗ് ലാമ്പിന് ഇവിടെ ഒരു കപ്ലറുണ്ട്. അതുണ്ട്. ഇത് 2 അഴിക്കണം. പിന്നെ 2 10-ൻ്റെ ബോൾട്ട് ഈ കോർണറിൽ 2 10-ൻ്റെ ബോൾട്ട്. ഇതാണ് ആ ടൈപ്പ് ബോൾട്ട്. ഈ ടൈപ്പ് ബോൾട്ട് 2 2 സൈഡായിട്ട് ഒരു ബമ്പർ അഴിക്കണം.